ഹലോ അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് നുങ്നുഞ്ച് ഗാർഡനിലേക്കാണ്. അവിടെയുള്ള പ്ലേസിന്റെ ചില പേരൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ്. ഞാൻ റൂമിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ റൂമിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ എഡിറ്റ് ചെയ്യുന്ന നേരം ഒന്നും കിട്ടണില്ല. വൈഷ്ണേഷിന്റെ റൂമിൽ അവരുടെ മിററിന്റെ ആ ഒരു ഫ്രണ്ട് തന്നെ ലൈറ്റുള്ളത് കാരണം ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിന്റെ റൂം പോയിട്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ വരലുള്ളൂ. അപ്പോൾ ഈ കോസ്റ്റ്യൂം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ നുങ്നുഞ്ച് എത്തിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. എത്രയോ ഏക്കർ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വിക്കി നമ്മൾ ഞാൻ പറഞ്ഞ ബസ്സിലിരിക്കുമ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മയില്ല എത്രയോ ഏക്കർ ഉണ്ട് കേട്ടോ. ഒരു ഫുൾ ഡേ കാണാനുള്ള അത്ര ഉണ്ട്. പക്ഷേ അവിടെ അതുപോലെ നമുക്കൊരു എലിഫൻറ്റ് ഷോ ഉണ്ട് കേട്ടോ. അപ്പം അത് കാണാനുണ്ട്. പിന്നെ അവരുടെ തന്നെ ഒരു കൾച്ചറൽ ഷോ ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഷോ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷോനെ കാട്ടി നമ്മൾ എലിഫൻറ്റ് ഷോ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഇനി ആഘോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓന് ഈ ആനേനെ കാണാൻ വലിയ ഇഷ്ടമാണ്. അത് മാത്രമല്ല ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ രണ്ട് പോസിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവരെ വെച്ചിട്ട് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതാണ്. നല്ല രസമുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ. ഇയാളല്ലതാ, ഇവനാണ് ആ ആള്. എനിക്കിതിന്റെ കളി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആഘോട്ടനെ ഓർമ്മ വന്ന് പൊടിഞ്ഞ് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ്. കുറെ നേരം മൂപ്പർ ഈ ഷോയിന് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇനി ഇവരിതുപോലെ വെറുതെ വന്ന് എന്റർടൈൻ ചെയ്യിക്കുന്നല്ല കേട്ടോ. അവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം അവരിങ്ങനെ കളിച്ചതിന് ശേഷം അവർക്ക് ബാത്ത് കൊടുക്കാൻ പറ്റും. അവരെ തുമ്പിക്കൈയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അതിനാണ് ആ കളിയൊക്കെ കളിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓഡിയൻസിനോട് അവിടെ അവർ ഇതുപോലെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് കിടക്കാൻ പറയും. 6 ആളോ മറ്റോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുന്നതെന്ന് ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ഒരു ലേഡി മാത്രം വന്ന് കിടന്നിട്ടുണ്ടായിരുന്നേ. അതുപോലെ തായ് മസാജ് എന്ന് പറഞ്ഞിട്ട് ആനക്കുട്ടി വന്നിട്ട് മസാജ് ചെയ്യുന്നതാണ്. അതിൻ്റെ തുമ്പിക്കൈയും കാലൊക്കെ വെച്ചിട്ട് കുറച്ചൊരു ധൈര്യം വേണം പോയി കിടക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ എലിഫൻറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഗാർഡൻ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി എന്തൊക്കെയോ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല വെയിലാണ്, 1.5 വെയിലിരുന്നു. ഒരു ഉച്ച 12 മണി ആ സമയത്താട്ടോ നമ്മൾ ആ എലിഫൻറ്റ് ഷോ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെയായിരുന്നു നമുക്ക് ലഞ്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നുങ്നുഞ്ച് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കാണാനുള്ള അത്ര ഉണ്ട്, നടന്ന് കാണാൻ മാത്രം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോകണ കാരണമാണ് ഇങ്ങനെ കണ്ടുപോകുന്നത്. അങ്ങനെ ലഞ്ചിന് ശേഷം ജെംസ് ഗാലറിയിലാണ് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അത്